എങ്ങനെയാണ് സ്ട്രോക്ക് നമ്മൾ തിരിച്ചറിയുക? അതിനുള്ളൊരു നിമോണിക്കാണ് ബി ഫാസ്റ്റ്. രണ്ട് തരം ചികിത്സയാണ് ഈ തലച്ചോറിലേക്ക് വരുന്ന ബ്ലോക്കിനുള്ളത്, അതായത് ഇസ്കീമിക് സ്ട്രോക്കിനുള്ളത്. 4.5 മണിക്കൂറിനുള്ളിൽ രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് അലിയിച്ച് കളയാൻ സാധിക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ്, കിംസ് അൽ ഷിഫയിലെ ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റാണ്. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ബാധിച്ച രോഗികളെ കാണാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം നമ്മൾ ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 4 പേരിൽ ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്ട്രോക്ക് സംഭവിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായി സ്ട്രോക്ക് തിരിച്ചറിയണം, ചികിത്സിക്കണം. എങ്ങനെയാണ് സ്ട്രോക്ക് നമ്മൾ തിരിച്ചറിയുക? അതിനുള്ളൊരു നിമോണിക്കാണ് ബി ഫാസ്റ്റ്. ബി സൂചിപ്പിക്കുന്നത് ബാലൻസിനെയാണ്. പെട്ടെന്ന് ഒരാൾക്ക് എണീക്കുമ്പോൾ തലകറക്കം ഉണ്ടാകുക, ബാലൻസ് നഷ്ടമാകുക. ഇ സൂചിപ്പിക്കുന്നത് കണ്ണിനെയാണ്, ഐസ്, അതായത് പെട്ടെന്ന് രണ്ടായി കാണുക അല്ലെങ്കിൽ കാണാൻ സാധിക്കാതിരിക്കുക. എഫ് സൂചിപ്പിക്കുന്നത് ഫേസിനെയാണ്, മുഖത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കൂടിപ്പോവുക. എ സൂചിപ്പിക്കുന്നത് ആമിനെയാണ്, കൈ അല്ലെങ്കിൽ കാലിൽ ബലക്കുറവുണ്ടാകുക. എസ് സൂചിപ്പിക്കുന്നത് സംസാരത്തിനെയാണ്, സ്പീച്ച്, വർത്താനം കുഴച്ചിലുണ്ടാകുക അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാവാതിരിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടി ആണ്, ടൈം. കാരണം സ്ട്രോക്കിൻ്റെ ചികിത്സ സമയത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് രോഗി ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തുന്നത്, അതിനനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുക. 2 തരം ചികിത്സയാണ് ഈ തലച്ചോറിലേക്ക് വരുന്ന ബ്ലോക്കിനുള്ളത്, അതായത് ഇസ്കീമിക് സ്ട്രോക്കിനുള്ളത്. 4.5 മണിക്കൂറിനുള്ളിൽ രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് അലിയിച്ച് കളയാൻ സാധിക്കും. IV ത്രോംബോലൈസിസ് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനാണ്. അത് കാഷ്വാലിറ്റി വെച്ച് തന്നെ നമുക്കത് കൊടുത്ത് ആ ബ്ലോക്ക് അലിയിക്കാൻ സാധിക്കും. എന്നാൽ പ്രധാനപ്പെട്ട രക്തക്കുഴൽ, കണ്ടനാടി, അതായത് ഇൻറ്റേർണൽ കെരോട്ടിഡ്, മിഡിൽ സെറിബ്രൽ ആർട്ടറി, ഈ വലിയ രക്തക്കുഴലിലെ ബ്ലോക്ക് ഈ IV ലൈസിസിൽ തുറന്നില്ല എന്ന് വരാം. അങ്ങനെയുള്ള ബ്ലോക്കുകൾക്ക് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നൊരു ശസ്ത്രക്രിയയാണ്. അത് ഒരു ആൻജിയോപ്ലാസ്റ്റി ഒക്കെ പോലെ നമ്മൾ കാലിലെ രക്തക്കുഴൽ വഴി കയറി തലച്ചോറിലെ ആ രക്തക്കുഴലിലെ ബ്ലോക്ക് നിർണ്ണയിച്ച് ഒരു സ്റ്റെൻറ്റ് ഇട്ട് ആ ബ്ലോക്ക് നീക്കം ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. അതൊരു എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. ഏകദേശം 6 മണിക്കൂറിനുള്ളിൽ വരെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ചില അപൂർവ സാഹചര്യങ്ങൾ 24 മണിക്കൂർ വരെയും ഇത് ചെയ്യാൻ സാധിക്കും.